നമസ്തേ. അവസാന മിനുക്ക് പണികളോടെ നമുക്ക് ചിത്രമെഴുത്ത് അവസാനിപ്പിക്കാറായിട്ടുണ്ട്. ഐക്കണുകളെ ചൊല്ലിയുള്ള ഒരു പൊതു സന്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. 8-9 നൂറ്റാണ്ടുകളിൽ ബെസന്റൈൻ ലോകത്ത് ഐക്കണോക്ലാസ്റ്റിക് കോൺട്രവേഴ്സി എന്ന പേരിൽ വലിയ ആശയ സംഘർഷമായി അത് വളർന്നതുമാണ്. മതപരവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ ഈ ഇമേജ് ബ്രേക്കിങ്ങിന് പിന്നിലുണ്ടായിരുന്നുവെന്നത് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറ വാർത്തകളാണ്. ഒരു വിഗ്രഹവും നിനക്കായി ഉണ്ടാക്കരുത്. മുകളിൽ സ്വർഗത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്കടിയിൽ വെള്ളത്തിലുള്ളതോ ആയ യാതൊന്നിൻ്റെയും ബിംബമുണ്ടാക്കരുത് എന്ന ന്യായപ്രമാണ കൽപ്പനയെ പുരസ്കരിച്ചാണ് ഐക്കൺ വിരുദ്ധ കലാപം ഉടലെടുത്തത്. 3 Treatises in the Defense of Holy Icons എന്ന ഗ്രന്ഥത്തിലൂടെ ജോൺ ഓഫ് ഡമാസ്കസ് ഒരുപാടേറെ മറുവാദങ്ങൾ അന്ന് ഉന്നയിച്ചിട്ടുണ്ട്. പഴയ നിയമകാലത്ത് ദൈവം ജനത്തിന് പ്രത്യക്ഷനായത് ശബ്ദത്തിലും വചനത്തിലുമാണ്. അശരീരിയായവന്റെ രൂപം അവർ കണ്ടില്ല. കാണപ്പെടുന്ന എന്തിൻ്റെയെങ്കിലും പ്രതിബിംബം നിർമ്മിക്കുന്നതിനെ കൽപ്പനയിൽ വിലക്കിയിട്ടുണ്ട്. തൻ്റെ രൂപം നിർമ്മിക്കുന്നതും ദൈവം തടഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നാം ശ്രദ്ധാപൂർവം ഒരു സൂക്ഷ്മ വിചാരം നടത്തേണ്ടത്. മോശയോ ജനമോ അതുവരെയും കണ്ടിട്ടില്ലാത്തവന്റെ എന്ത് രൂപമാണ് ചമയ്ക്കുക? കേവലം ശബ്ദം മാത്രമാണ് അവരുടെ ദൈവാനുഭവം. ലഭ്യമായ വചനമാകട്ടെ കൽപ്പലകകളിൽ ആലേഖനവും ചെയ്തു. എന്നാൽ പുതിയ നിയമമാകട്ടെ പൊരുളറിഞ്ഞ കാലമാണ്. അദൃശ്യനായവൻ ജഡം ധരിച്ചപ്പോൾ ദൃശ്യനായി, ദാസവേഷം പൂണ്ട് മനുഷ്യനായി തീർന്നു. തൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളെ വാക്കുകൾ കൊണ്ട് സുവിശേഷങ്ങളിലും നിറങ്ങൾ കൊണ്ട് ചിത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്. ക്രിസ്തു സംഭവങ്ങൾ അപ്രകാരം വിരചിതമായിക്കൊള്ളട്ടെ, അല്ലേ? പക്ഷേ വിശുദ്ധന്മാരുടെ ഐക്കണുകളൊക്കെ രചിക്കുന്നത് തെറ്റല്ലേ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. കാരണം സൃഷ്ടിയുടെ പ്രതിബിംബം ഉണ്ടാക്കരുതെന്നല്ലേ കൽപ്പന? അതിനെക്കുറിച്ചും ജോൺ ഓഫ് ഡമാസ്കസ് വിശദീകരിക്കുന്നു. ആദ്യ മനുഷ്യനായ ആദമിൻ്റെ പതനത്തോടെ ഭൗമിക ലോകം ദ്രവത്വത്തിന് വിധേയമായി. അതിനാൽ സൃഷ്ടമായ യാതൊന്നിൻ്റെയും പ്രതിരൂപം നമ്മെ അനശ്വരതയിലേക്ക് നയിക്കില്ല. എന്നാൽ വിശുദ്ധന്മാരുടെ ഐക്കണുകൾ രചിക്കുമ്പോൾ കേവലം ഛായാചിത്രങ്ങളല്ല എഴുതുന്നത്. അവരുടെ ഫോട്ടോ ഇമേജ് പകർത്തുമ്പോൾ ആ പ്രതിരൂപം അവരെ ഹിസ്റ്റോറിക്കൽ ടൈമിലേക്ക് ചുരുക്കുകയാണ്. പക്ഷേ ഐക്കണുകൾ ആരാധനയുടെ ഭാഗമായതിനാൽ സേക്രഡ് ടൈമിനെയാണ് വെളിപ്പെടുത്തുന്നത്. അത് നിത്യതയാണ്, എറ്റേണിറ്റി. ഇങ്ങനെ നിത്യവെളിച്ചത്തിലേക്കുള്ള വഴികാട്ടികളായിട്ടാണ് വിശുദ്ധർ ആദരിക്കപ്പെടുന്നത്. ഒരു വിശുദ്ധനെ ആദരിക്കുമ്പോൾ കേവലം ഒരു മനുഷ്യന്റെ സൽഗുണങ്ങളെയല്ല, പിന്നെയോ ആ വ്യക്തിയിൽ പ്രകാശിതമായ ദൈവസ്വരൂപത്തെയാണ് നാം ആദരിക്കുന്നതെന്ന പൗരസ്ത്യ ദൈവശാസ്ത്രം നാം ഓർത്തെടുക്കണം. അതിനാൽ ഒരു വിശുദ്ധന്റെ ഐക്കൺ കേവലം ഒരു സൃഷ്ടജീവിയുടെ പ്രതിരൂപമെന്ന നിലയിലല്ല, ദൈവീകരിക്കപ്പെട്ട ആദിപ്രകൃതത്തിൻ്റെ ഇമേജായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് ദ്രവത്വമുള്ള ജഡത്തെയല്ല, ആത്മീയ ശരീരത്തെയാണ് ചിത്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ശരിക്കും മനുഷ്യന്റെ ആദിമ സംശുദ്ധി വീണ്ടെടുക്കലാണ് മനുഷ്യാവതാര ലക്ഷ്യം. അതിനാൽ മറ്റേതൊരു ഐക്കൺ പോലെ നേറ്റിവിറ്റി ഐക്കണും നമ്മുടെ ബോധത്തെ ഈ ലക്ഷ്യത്തിലേക്ക് ഉണർത്തുന്നു. നാം ഓരോരുത്തരുടെയും മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥവും സാങ്കത്യവും അടയാളപ്പെടുത്തുന്നു. ആദരവോടെ സക്കീർ.